ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് മഹാബലേശ്വരിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളിതാ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് 9 മണിക്ക് ചെക്കൗട്ട് ചെയ്ത് അങ്ങനെ അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാ നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ്. ഇങ്ങോട്ടേക്ക് നമ്മളെ ഹോട്ടൽ ഉള്ളിടത്തേക്ക് അവിടെ റോഡിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ വണ്ടി അവിടത്തേക്ക് പോകില്ല. അപ്പോൾ വണ്ടി കുറച്ച് അങ്ങോട്ടേക്ക് ഇരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ പോയി അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയായി. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ കണ്ട വെന്ന ലേക്കാണ്. വെന്ന ലേക്കിൻ്റെ വ്യൂ ആണ്. രാവിലെ തന്നെ ആരുമില്ല, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മളെ ഡ്രൈവർ ചേട്ടൻ കൊണ്ടുപോവാണ്. അപ്പം ഇവിടെ വരെ വന്നിട്ട് സ്ട്രോബെറി പറിക്കാതെ പോകാന്ന് പറയുന്നത് മോശമല്ലേ. അപ്പോൾ നമ്മൾ ആ ഡ്രൈവറോട് പറഞ്ഞിട്ട് ലക്ഷ്മി സ്ട്രോബെറി ഫാം എന്ന് പറയുന്ന ഫാമിലേക്കാണ് വന്നിട്ടുള്ളത്. ഇത് ഇവരുടെ ചെറിയ ഫാമാണ്. അപ്പോൾ ഇവർക്ക് വേറെയും വലിയ ഫാം ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇവരെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, സ്ട്രോബെറി ചിലപ്പോൾ എല്ലാം പഴുത്തിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ ബുക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് പറിക്കാൻ പറ്റും. ഇപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് പഴുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പറിക്കുകയാണ്. ഇത് നമ്മൾ പ്ലക്ക് ചെയ്യുന്നതിന് 100 രൂപയും പിന്നെ നമ്മൾ എത്രയാണോ പറിച്ചെടുത്തത് അത് നമുക്ക് സ്വന്തമാണ്. അപ്പോൾ അതിന് എക്സ്ട്രാ പൈസയാണ്. അപ്പോൾ 1 കിലോത്തിന് 400 രൂപയാണ് വരിക. അപ്പോൾ നമ്മൾ അധികമൊന്നും പറിച്ചില്ല, ഇത്രയേ പറിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ ഇവരെ വീടാണ്. അവിടുന്ന് പിന്നെ നമുക്ക് തൂക്കിത്തരും എത്രയാണെന്ന് വെച്ചാൽ. നല്ല ഭംഗിയുണ്ട്, നല്ല ഒരു സുഖം ഇവിടെ നിൽക്കായ. നല്ല സ്ട്രോബെറി ആയിരുന്നു, നല്ല ഫ്രഷ്, നല്ല മധുരമുള്ള സ്ട്രോബെറി ആയിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് വിട്ട് നമ്മളിത് അടുത്തത് പാഴ്സി പോയിന്റ് എന്ന് പറയുന്നൊരു പോയിന്റിലേക്കാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ. അടുത്തത് നമ്മൾ വന്നിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ്, പാഞ്ചഗനി. 5 മലകളാൽ ചുറ്റപ്പെട്ടത് കൊണ്ടാണ് ഇതിന് പാഞ്ചഗനി എന്ന പേര് വന്നത്. ഇതാണ് പാഞ്ചഗനിയിലെ ഏറ്റവും പ്രശസ്തമായ ടേബിൾ ലാൻഡ്. ഏഷ്യയിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ പീഠഭൂമിയാണിത്. കുതിരസവാരിക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണിത്. അപ്പോൾ നമ്മളിവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണ്ടിയിട്ട് ഒരു കുതിര വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു കുതിരപ്പുറത്ത് ഒറ്റക്ക് പോവാം. അത് നമ്മളെന്തായാലും അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ 4 പേരും കൂടി ഒരു കുതിര വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഓരോ സ്ഥലങ്ങളിൽ നമ്മളെ നിർത്തിത്തരും, കാണിച്ചു തരും. അപ്പോൾ ഇവിടുന്ന് കുറേ മൂവീസ്, ഹിന്ദി മൂവീസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പിന്നെ വിനോദസഞ്ചാര കേന്ദ്രം ആയതുകൊണ്ട് തന്നെ മൂവീസൊന്നും അങ്ങനെ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പാണ്ഡവന്മാർ കാല് വെച്ച സ്ഥലം എന്ന് പറയുന്നത് സത്യത്തിൽ ഇവിടെ ഒരൊറ്റ വലിയ ടേബിൾ ലാൻഡ് മാത്രമേ ഉള്ളൂ. ഏഷ്യയിലെ തന്നെ 2ാമത്തെ വലിയ പീഠഭൂമി. ഏകദേശം 6 കിലോമീറ്ററോളം ഇത് നീണ്ടു കിടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ എത്തുമ്പോൾ കുതിരക്കാർ നമ്മളോട് പറയും 2 ടേബിൾ ലാൻഡ് ഉണ്ടെന്ന്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ കാണുന്നത് തിരക്കുള്ള സ്ഥലവും കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുന്നത് 2ാമത്തെ സ്ഥലം, അതായത് സെക്കൻഡ് ടേബിൾ ലാൻഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇനി പോകുന്നത് ടേബിൾ ലാൻഡിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ്, ഡെവിൾസ് കിച്ചൺ. പാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്നത് ഇവിടെ വെച്ചാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. ഇതിൽ ഇതുപോലെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി അങ്ങ് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇവിടെ ശരിക്കും മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇറങ്ങാനൊക്കെ. പക്ഷേങ്കിൽ നല്ല അടിപൊളിയാണ്. പക്ഷേങ്കിൽ എന്താ പറയുക, ശരിക്ക് AC വെച്ചതുപോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. AC-നേക്കാളും തണുപ്പ് എന്ന് പറഞ്ഞ പോലെ നല്ല സുഖമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനൊരു ടണലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ 20 രൂപ കൊടുക്കണം. അപ്പോൾ അത് ശരിക്കൊരു അഡ്വഞ്ചർ ടൈപ്പാണ്. നല്ല ഇരുട്ടാണ് പോവാൻ. അപ്പോൾ വീഡിയോ എടുത്തതൊന്നും കാണുന്നൊന്നുമില്ല, ഫുൾ ഇരുട്ടാന്നുള്ളത്. അങ്ങനെ നമ്മൾ അടുത്ത കേവിലേക്ക് പോവാണ്. അടുത്ത കേവിൻ്റെ പേരാണ് ടൈഗർ കേവ്. അപ്പോൾ അത് പോകണമെങ്കിൽ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അതൊന്നും ഫുള്ള് കാട്, അതിൻ്റെ ഇടയിലൂട്ട് നടന്നു പോകണം.
അവിടെ എന്നിട്ട് ഇഷ്ടംപോലെ വേസ്റ്റൊക്കെ ആൾക്കാർ കൊണ്ടിട്ടിട്ടുണ്ട്, അതാണ് മോശം. അങ്ങനെ അവിടെ എൻട്രി ചെയ്യണമെങ്കിൽ 20 രൂപയുണ്ട്. പിന്നൊരു കാര്യം പറയാനുള്ളത്, ശരിക്കും ഈ ഒരു കുതിര വണ്ടി പോകണമെന്നില്ല, നമുക്ക് നടന്ന് കാണാനുള്ളതേ ഉള്ളൂ. നമുക്കത് കുതിര വണ്ടി പോയി തിരിച്ച് വന്നപ്പോൾ അന്ന് മനസ്സിലായത് കുതിരക്കാർ നമ്മളെ നല്ലോണം പറ്റിക്കും. അവരിങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് നമ്മളെ മനസ്സങ്ങ് മാറ്റിക്കളയും. നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ നടന്ന് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടത്തെയും കഴിഞ്ഞ് ഇതാ തിരിച്ച് കയറുകയാണ്. അങ്ങനെ 2 കേവ്സൊക്കെ കണ്ട് അങ്ങനെ ഇതാ നമ്മൾ നടന്ന് നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ്. നല്ല ഭംഗിയാണ് ഇങ്ങനെ നടക്കുമ്പോൾ കാണാൻ. ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അടിപൊളിയായിരിക്കും. നമ്മളാണെങ്കിൽ ഇത്രയും നടക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് ബാഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാഗൊക്കെ വണ്ടിയിൽ വെക്കുക ചെയ്തത്. അപ്പോൾ നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വരുന്നവർ കയ്യിൽ വെള്ളം കരുതി തന്നെ നടക്കുക, നമ്മളെപ്പോലെ എടുക്കാണ്ടിരിക്കരുത്. അടുത്തത് നമ്മൾ വന്നിട്ടുള്ളത് സിഡ്നി പോയിന്റിലേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃഷ്ണ നദിയുടെയും ദോം ഡാമിൻ്റെയും മനോഹരമായ കാഴ്ചകൾ കാണാം. ഇവിടെ നിന്നിട്ട് നല്ല ഫോട്ടോസ് എടുക്കാനും അടിപൊളിയാണ്, നല്ല രസമുണ്ട്. പിന്നെ ചെറിയൊരു തൂക്കുപാലം പോലെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇതിന് വേറെന്തെങ്കിലും പറയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. തിരിച്ചു വരുമ്പോൾ ചെറിയൊരു പേടി തോന്നിന്, പക്ഷേ ഇതിന് വലിയ ഹൈറ്റൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഈ ഒരു പോയിൻ്റോടുകൂടി നമ്മളെ മഹാബലേശ്വർ ട്രിപ്പ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്കും പോയില്ല. പിന്നെ നമ്മൾ നേരെ പൂനെയിലേക്ക് വെച്ച് പിടിക്കുക ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ലഞ്ച് കഴിക്കാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വരുന്ന വഴിയിലെ വ്യൂ ആണ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പാരാഗ്ലൈഡിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു, കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിതാ ലഞ്ച് കഴിക്കേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് നന്നായിട്ട് വിശക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതോ ഒരു ഹോട്ടലിൽ കയറി നോൺ വെജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നോൺ വെജ് ഉള്ളൊരു കടയിൽ കയറിയത്, അവിടെയൊക്കെ വെജേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു രസമില്ലാത്ത ബിരിയാണിയും കഴിച്ച് ഇറങ്ങേണ്ടി വന്ന്. പിന്നെ അങ്ങനെ പിന്നെ ഫുള്ള് യാത്ര തന്നെ. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ ഇതായിരുന്നു. ശനിയാഴ്ച പോയി, വെള്ളിയാഴ്ച പോയി, ശനിയാഴ്ച തിരിച്ച് വന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കൊക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു, സമാധാനപരമായിട്ട് പോയിട്ട് വന്ന്. ഏറ്റവും ബെസ്റ്റ് ടൈം സെപ്റ്റംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ്. പിന്നെ എന്താ പറയണ്ടേ, വർക്കിംഗ് ഡേയ്സിൽ പോകാൻ ശ്രമിക്കുക മാക്സിമം. കാരണം ശനിയും ഞായറും ആൾക്കാർ കൂടുതലായിരിക്കും, അപ്പോൾ കുറച്ച് പാടായിരിക്കും. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.